ഒരിക്കൽ കോഴിക്കോട്ട് വെച്ച് ഒരു ഇടതുപക്ഷ ആചാര്യൻ 1.5 മണിക്കൂർ ഗഹനമായി പ്രസംഗിച്ചു. പ്രസംഗം തീർന്നപ്പോൾ സദസ്സിലുണ്ടായിരുന്ന സാഹിത്യകാരൻ ചെറുകാട് എഴുന്നേറ്റ് ഉറക്കെ ചോദിച്ചു, ഈ പറഞ്ഞതൊക്കെ ഒന്ന് മലയാളത്തിലാക്കി തരാമോ? മലയാളത്തിൽ തന്നെയായിരുന്നു പ്രസംഗം എന്നോർക്കണം. ഇതാണ് എൻ്റെ കൊച്ചു വായനാമുറി. നമ്മൾ ഇന്ന് പറയുന്നത് വായനാ ദിനത്തെക്കുറിച്ചാണ്. അറിയാലോ, ഞായറാഴ്ചയാണ് വായനാ ദിനം, ജൂൺ 19. അപ്പോൾ നമ്മൾ വിചാരിക്കും, എന്താണ് ഈ ജൂൺ 19 വായനാ ദിനമാക്കാൻ കാരണമെന്ന്. 1995 ജൂൺ 19 പുതുവയിൽ നാരായണ പണിക്കർ എന്ന PN പണിക്കർ അന്തരിച്ചത്. അദ്ദേഹത്തിന്റെ സ്മരണയ്ക്കാണ് എല്ലാ വർഷവും ജൂൺ 19 നമ്മൾ വായനാ ദിനമായി ആചരിക്കുന്നത്. ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന PN പണിക്കർ 1909 മാർച്ച് 1 നീലംപേരൂരിലാണ് ജനിച്ചത്. 26-ാം വയസ്സിൽ സനാതന ഗ്രന്ഥശാല എന്ന പേരിൽ സ്വന്തം നാട്ടിൽ പുസ്തകപ്പുര തുടങ്ങി. അങ്ങനെ തിരുവിതാംകൂർ ഗ്രന്ഥശാല സംഘത്തിന്റെ അമരക്കാരനായി. 47 ഗ്രാമീണ വായനശാലകൾ തുടങ്ങിക്കൊണ്ടാണ് അദ്ദേഹം അതിന്റെ ചുമതലക്കാരനാകുന്നത്. കേരളം പിറന്നതോടെ കേരള ഗ്രന്ഥശാല സംഘത്തിന്റെ അമരക്കാരനായി. ഏതാണ്ട് 6000-ഓളം ഗ്രാമീണ വായനശാലകൾ അദ്ദേഹം തുടങ്ങി. വെറുതെ അങ്ങോട്ട് തുടങ്ങുകയല്ല. പുസ്തക ചുമടുമായിട്ട് ഗ്രാമങ്ങളിൽ നിന്ന് ഗ്രാമങ്ങളിലേക്ക് നടന്നു പോയാണ് അദ്ദേഹം പുതിയ പുസ്തകങ്ങൾക്ക് പുതിയ ഒരുപാട് കൂട്ടുകാരെ ഉണ്ടാക്കിയത്. പിന്നീട് പണിക്കർ സാർ തന്നെയാണ് കാൻഫെഡ് എന്ന സംഘടനയും രൂപീകരിച്ചത്. കേരളത്തിൽ യഥാർത്ഥത്തിൽ സാക്ഷരതാ യജ്ഞത്തിന്റെ പിതാവ് കൂടിയാണ് അങ്ങനെ നോക്കുമ്പോൾ പണിക്കർ സാർ. അദ്ദേഹം തുടങ്ങിവെച്ച അക്ഷരമുറ്റത്ത് നിന്നാണ് നമ്മൾ സാക്ഷരതാ യജ്ഞത്തിന്റെ തുടക്കം കുറിച്ചത്. സാമ്രാജ്യ അധിപനായിരുന്നില്ലെങ്കിൽ ഒരു ഗ്രന്ഥശാല സൂക്ഷിപ്പുകാരനാകാനാണ് എനിക്കിഷ്ടം എന്ന് പറഞ്ഞത് നെപ്പോളിയനാണ്. അദ്ദേഹം ഒന്നുകൂടി പറഞ്ഞു, കയ്യിൽ പടവാളും കീശയിൽ ഹോമറുടെ കൃതികളുമുണ്ടെങ്കിൽ എനിക്ക് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാനാകും. എനിക്ക് പുസ്തകങ്ങളില്ലാതെ ജീവിക്കാനാവില്ല എന്ന് തോമസ് ജെഫേഴ്സൺ പറഞ്ഞതും മറക്കരുത്. പുസ്തകത്തിന്റെ കൊടുക്ക വാങ്ങലുകളെ കുറിച്ച് മാർക്ക് ട്വെയിൻ പറഞ്ഞ ഒരു രസകരമായ കഥയുണ്ട്. മാർക്ക് ട്വെയിൻ പറഞ്ഞു, ഞാൻ ആർക്കും പുസ്തകങ്ങൾ കടം കൊടുക്കാറില്ല. കാരണം എൻ്റെ കയ്യിലുള്ള പുസ്തകങ്ങളെല്ലാം ഞാൻ മറ്റു വല്ലവരോടും വാങ്ങിയതാണ്. അപ്പോൾ പുസ്തകം കടം കൊടുക്കുന്നവരും കടം വാങ്ങിക്കുന്നവരും മാർക്ക് ട്വെയിൻ്റെ ഈ തമാശ മറക്കരുത്. വായിക്കുന്നവർ മരിക്കാറുണ്ടെങ്കിലും വായന ഒരിക്കലും മരിക്കാറില്ല. അതിനാൽ മരണ വായനക്കാരാകുക എന്നതാണ് ഈ ദിനത്തിന്റെ ഏറ്റവും വലിയ സന്ദേശം.